ഹായ് ഗായ്സ്, ലെറ്റ്സ് വി മേക്ക് വട വിത്ത് ഡ്രംസ്റ്റിക് ലീഫ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില കൊണ്ടുള്ള വടയാണ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, ചെറിയ ഉള്ളി, മുരിങ്ങയില, പച്ചമുളക്, അരിപ്പൊടി, ഉഴുന്നുമാവ്. ആദ്യമായി ഉഴുന്നുമാവിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ചേർക്കണം. അതിനുശേഷം ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർക്കണം. പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, അതിലേക്ക് ചേർക്കണം. മുരിങ്ങയില ഇതിലോട്ട് നേരിട്ടല്ല ഞാൻ ഇടുന്നത്, നല്ലവണ്ണം ചെറുതായിട്ട് അരിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഈ അരിപ്പൊടി ചേർക്കുന്നത് മാവ് കുറച്ച് ടൈറ്റാവുന്നതിനും പിന്നെ കുറച്ച് ക്രിസ്പിനെസ്സും വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ എണ്ണ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ആ എണ്ണ അധികം കുടിക്കത്തില്ല. ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഇത് നല്ലവണ്ണം കുഴച്ചെടുക്കണം. നമ്മുടെ കുട്ടികളൊക്കെ ഇലക്കറി കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം ഞാനിവിടെ തയ്യാറാക്കുന്നത്. നല്ലവണ്ണം കുഴച്ചെടുത്ത മാവ് നമ്മളൊരു ഫ്രൈ പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ള അനുസരണം അരിപ്പൊടി ചേർക്കണം. അതിനുശേഷം സ്റ്റൗ കത്തിക്കണം. പിന്നെ ഒരു ഫ്രൈ പാൻ വയ്ക്കണം. അത് ചൂടായ ശേഷം നമ്മൾ ഇതിനകത്ത് ഓയിലാണ് ഒഴിക്കുന്നത്. ഞാൻ ഇവിടെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. നമ്മൾ നേരിട്ട് മില്ലിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എണ്ണയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ചക്കിലാട്ടിയ എണ്ണയാണ്. അതിലേക്ക് എണ്ണ നല്ലവണ്ണം ചൂടാക്കിയ ശേഷം ഓരോ സ്പൂൺ മാവിനകത്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഞാൻ അധികം ഷേപ്പായിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ ഇഷ്ടാനുസരണം ഇതിനകത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഈ മാവിനകത്ത് ഇട്ട ശേഷം തിരിച്ചും മറിച്ചും നല്ലവണ്ണം രണ്ട് സൈഡും ഒരിച്ചെടുക്കണം. നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. എണ്ണ കുറച്ചും കൂടി ഒന്ന് നല്ല തിളച്ച ശേഷം ഇതിനെ മറിച്ചിടണം. അതിന് രണ്ട് സൈഡും നല്ലവണ്ണം മൊരിഞ്ഞെടുക്കണം. ഇതിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചട്നി ഉണ്ടാക്കുന്നതാണ്. ഞാനിവിടെ തേങ്ങ കൊണ്ടുള്ള ചട്നിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇനി ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. രണ്ട് സൈഡ് നല്ലവണ്ണം മൊരിഞ്ഞ് കിട്ടണം. ഞാനിവിടെ നമ്മുടെ വെള്ള ചട്നിയും കൂടെ ചേർത്തിട്ടാണ് കഴിക്കുന്നത്. നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ഈവനിങ് സ്നാക്സായിട്ട് ഇത് കൊടുക്കാവുന്നതാണ്. മുരിങ്ങയിലയാണെന്ന് അറിയാൻ കൂടെ ഇല്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Bye.